Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ പ്രോക്സി ടെക്സ്റ്റേഴ്സ് 3ds Maxൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. വീറെ, കൊറോണ തുടങ്ങിയ ഏതൊരു റെൻഡർ എഞ്ചിനിലേക്കും ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഹൈ റെസൊല്യൂഷൻ ടെക്സ്റ്റേഴ്സിനെ ഒരു ലോ റെസൊല്യൂഷൻ കോപ്പിയായി കൺവേർട്ട് ചെയ്യാനും ഫൈനൽ റെൻഡറിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് റെൻഡർ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ടൂൾ 3ds Maxൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹൈ റെസൊല്യൂഷൻ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെവി 3ds Max സീനാണ് ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 3D സീനിലെ ഹൈ റെസൊല്യൂഷൻ ടെക്സ്റ്റേഴ്സിനെ പ്രോക്സി ടെക്സ്റ്റേഴ്സായി കൺവേർട്ട് ചെയ്യാം. പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എഫക്ട് ടെക്സ്റ്റേഴ്സ് ഓൺ എന്ന ഈ ഒരു സെക്ഷനിൽ സെലക്റ്റഡ് ഒബ്ജക്ട്സ്, ഓൾ സീൻ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഒരു സീനിലെ എല്ലാ ടെക്സ്റ്റേഴ്സിനെയും പ്രോക്സിയായി കൺവേർട്ട് ചെയ്ത് വ്യൂപോർട്ടിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഓൾ സീൻ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി റെഡ്യൂസ് ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു സെക്ഷനാണ്. ഇതിൽ നിന്നും ടെക്സ്റ്റേഴ്സിനെ റെഡ്യൂസ് ചെയ്യേണ്ട മാക്സിമം സൈസ്, പെർസെൻറ്റേജ് എന്നിങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പെർസെൻറ്റേജ് എന്ന ഈ ഒരു ഓപ്ഷനിൽ 10% ആണ് സെലക്ട് ചെയ്യുന്നത്. യൂസ് ഒറിജിനൽസ് ഓൺ റെൻഡർ എന്ന ഈ ഒരു ബട്ടൺ ഇതിൽ ആക്റ്റീവ് ആണെന്ന് നമുക്കിതിൽ കാണാവുന്നതാണ്. ഈ ഒരു ബട്ടൺ ആക്റ്റീവ് ആയിരിക്കുന്നതിലൂടെ വ്യൂപോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് പ്രോക്സി ടെക്സ്റ്റേഴ്സായും റെൻഡർ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റേഴ്സിന്റെ ഒറിജിനൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ പ്രോക്സിയായി കൺവേർട്ട് ചെയ്യുന്നതിനായി പ്രോസസ് ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്നും യെസ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മുടെ സീനിലെ എല്ലാ ഹൈ റെസൊല്യൂഷൻ ടെക്സ്റ്റേഴ്സും പ്രോക്സി ടെക്സ്റ്റേഴ്സായി കൺവേർട്ട് ആവുകയും ഓട്ടോമാറ്റിക്കായി ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി അതിലേക്ക് സ്റ്റോർ ആകുന്നതുമാണ്. ഇവിടെ ഈ ഒരു സീനിലുള്ള എല്ലാ ടെക്സ്റ്റേഴ്സും പ്രോക്സി ടെക്സ്റ്റേഴ്സായി കൺവേർട്ട് ആയിരിക്കുകയാണ്. ഓപ്പൺ ദ കറന്റ് പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയതായും ആ ഫോൾഡറിനുള്ളിൽ നമ്മുടെ സീനിൽ യൂസ് ചെയ്തിട്ടുള്ള ഹൈ റെസൊല്യൂഷൻ ടെക്സ്റ്റേഴ്സ് ഇതുപോലെ ലോ റെസൊല്യൂഷനിലേക്ക് കൺവേർട്ടായി സ്റ്റോർ ആയതായും കാണാവുന്നതാണ്. ലോ റെസൊല്യൂഷനിലുള്ള ഈ ടെക്സ്റ്റേഴ്സ് വ്യൂപോർട്ട് സ്മൂത്തായി ഹാൻഡിൽ ചെയ്യുന്നതിന് മാത്രമായാണ് യൂസ് ചെയ്യുന്നത്. റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീനിലുള്ള ഹൈ ക്വാളിറ്റി ടെക്സ്റ്റേഴ്സ് തന്നെയാണ് യൂസ് ആകുന്നത്. പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഹെവി 3ds Max സീനുകളെ വ്യൂപോർട്ടിൽ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്ക്രിപ്റ്റിന്റെ ലിങ്ക് എച്ച് മീഡിയയുടെ വാട്സ്ആപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അടുത്തായി ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു MCP ഫയൽ വ്യൂപോർട്ടിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ സ്പ്ലൈൻ ഡൈനാമിക്സ് എന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ആക്ഷൻസിൽ പ്രോക്സി ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ടൂൾ കാണാവുന്നതാണ്. ഇനി റൈറ്റ് സൈഡിൽ ന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടൂൾ ബാറിലേക്ക് ആക്ഷനിൽ നിന്നും ഈ സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ടൂൾ ഒരു ബട്ടണായി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ടൂൾ ബാറിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്ത് ഹെവി 3ds Max സീനുകളിൽ ഹൈ റെസൊല്യൂഷൻ ടെക്സ്റ്റേഴ്സിനെ പ്രോക്സി ടെക്സ്റ്റേഴ്സായി കൺവേർട്ട് ചെയ്ത് വ്യൂപോർട്ട് ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നതിനായി യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.